ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ വസ്സലാത്തു വസ്സലാമു അലാ റസൂലില്ലാ അമ്മാ ബഅദ്. ചോദ്യം: നമസ്കാരത്തിൽ നെഞ്ചിൽ കൈകെട്ടുന്നത് മക്റൂഹാണ് എന്ന് ഗൾഫ് രാജ്യത്തുള്ള ഒരു പണ്ഡിതൻ, ഒരു സലഫി പണ്ഡിതനാണെന്ന് തോന്നുന്നു, അദ്ദേഹം പറയുന്നു. ഇതിൻ്റെ ഒരു നിലപാട് എന്താണ് എന്നുള്ളതാണ്. അപ്പോൾ മക്റൂഹാണ് എന്നുള്ള ആ നിലപാടിനോട് നമുക്ക് യോജിക്കാൻ കഴിയില്ല. മുജാഹിദ് പ്രസ്ഥാനം സ്വീകരിച്ചു വന്നിട്ടുള്ള ഒരു രീതി എന്ന് പറയുന്നത്, ഗൾഫ് രാജ്യങ്ങളിലുള്ള പണ്ഡിതന്മാർ പറയുന്നത് ഒക്കെ ദീനാണ്, ഒക്കെ ശരിയാണ് എന്ന് ഒരിക്കലും മുജാഹിദുകൾ പറയാറില്ല. ഏറ്റവും വലിയ ഇമാമിയങ്ങളായി അറിയപ്പെടുന്ന 4 മദ്ഹബിൻ്റെ ഇമാമിയങ്ങളായിട്ടുള്ള മഹാനായിട്ടുള്ള ഇമാം അബൂ ഹനീഫ റഹിമഹുല്ലാ, മഹാനായിട്ടുള്ള ഇമാം മാലിക് റഹ്മഹുല്ലാ, ഇമാം ഷാഫി റഹ്മഹുല്ലാ, മഹാനായിട്ടുള്ള ഇമാം അഹ്മദ് ബിൻ ഹംബൽ, ഇങ്ങനെ അതിപ്രഗത്ഭന്മാരായിട്ടുള്ള ആ പണ്ഡിതന്മാരെ പോലും അന്ധമായി അനുകരിക്കരുത്. അവർ പറഞ്ഞതിൽ തെറ്റും ശരിയുമുണ്ടാകും. അപ്പോൾ ശരികളെ പിന്തുടരുക, തെറ്റുകളെ വർജിക്കുക, പരിശുദ്ധ ഖുർആനും സഹിയായ തിരുസുന്നത്തും മുറുകെ പിടിക്കുക എന്നുള്ളതാണ് നമ്മൾ പറയാറുള്ളത്. അപ്പോൾ ഗൾഫ് രാജ്യത്തെ പണ്ഡിതന്മാർ, ചില ആളുകളുടെ ഒരു ധാരണ എന്ന് പറഞ്ഞാൽ ഗൾഫ് രാജ്യത്തെ പണ്ഡിതന്മാർ പറയുന്നതൊക്കെ അതൊക്കെ മുജാഹിദ് പ്രസ്ഥാനത്തിൻ്റെ തത്വങ്ങളാണ്, മുജാഹിദ് പ്രസ്ഥാനത്തിൻ്റെ ആദർശമാണ് എന്നുള്ളത്. അങ്ങനെ നമ്മുടെ നാട്ടിൽ ചില ആളുകൾ പ്രചരിപ്പിച്ചു കൊണ്ടിരിക്കുന്നുണ്ട്. ഞാൻ ആരെയും കുറ്റപ്പെടുത്തല്ല, പ്രത്യേകിച്ച് വിസ്ഡത്തിൻ്റെയും അതുപോലെ ചില ആളുകൾ CD ഇട്ടവർ, അങ്ങനെയുള്ള ചില ആളുകളൊക്കെ അങ്ങനെ പ്രചരിപ്പിക്കാറുണ്ട്. പക്ഷേ യഥാർത്ഥത്തിൽ അങ്ങനെയല്ല. മുജാഹിദ് പ്രസ്ഥാനത്തിൻ്റെ തുടക്കം മുതൽ തന്നെ പരിശോധിച്ചാൽ അത് പരിശുദ്ധ ഖുർആനും സഹിയായ തിരുസുന്നത്തും മുന്നോട്ട് വെക്കുന്ന കാര്യങ്ങൾ പറയുകയും മദ്ഹബിൻ്റെ ഇമാമിയങ്ങൾ പറയുന്ന പല കാര്യങ്ങളും അത് തെറ്റാണ്, ഹദീസുകൾക്ക് വിരുദ്ധമാണ്, അതുകൊണ്ട് തള്ളണം എന്നാണ് പഠിപ്പിച്ചു പോകുന്നത്. എന്നാൽ മദ്ഹബുകളിൽ ശരിയായി പറഞ്ഞ കാര്യങ്ങളോ അത് തീർച്ചയായിട്ടും നമ്മൾ സ്വീകരിക്കണം. മദ്ഹബിൻ്റെ ഇമാമിയങ്ങൾ മഹാന്മാരാണ്, അവർ വലിയ പണ്ഡിതന്മാരാണ്, അവർ ദീനിന് ഒരുപാട് സേവനം ചെയ്തവരാണ്. അവരെ നമ്മൾ ആദരിക്കുന്നു, ബഹുമാനിക്കുന്നു. അവരുടെ കിതാബുകളിൽ എഴുതി വച്ചിട്ടുള്ള അബദ്ധങ്ങൾ അവരോടുള്ള ആ ബഹുമാനം നിലനിർത്തിക്കൊണ്ട് തന്നെ നമ്മൾ എന്ത് ചെയ്യുന്നു, അത് തള്ളിക്കളയുന്നു. അത് അവരുടെ ആവശ്യമാണ്. അതാണല്ലോ മഹാനായ ഇമാം ഷാഫി റഹിമഹുല്ലാഹ് പറഞ്ഞ ഇദാ സ്വഹൽ ഹദീസ് ഫഹുവ മദ്ഹബി, ഹദീസ് ശരിയായി വന്നാൽ അതാണ് എൻ്റെ മദ്ഹബ് എന്നുള്ളത്. അപ്പോൾ ഈ വിഷയത്തിൽ, ഇവിടെ ചൂണ്ടിക്കാണിച്ച വിഷയത്തിൽ നമുക്ക് പറയാനുള്ളത്, നമസ്കാരത്തിന് നെഞ്ചിൽ കൈവെക്കുക എന്നുള്ളത് മക്റൂഹാണ് എന്നുള്ള നിലപാട് അങ്ങേയറ്റത്തെ തെറ്റായിട്ടുള്ള കാര്യമാണ്. അത് നമുക്ക് അംഗീകരിക്കാനായിട്ട് കഴിയില്ല. ഈ വിഷയത്തിൽ മഹാനായിട്ടുള്ള ഇബ്നു ഹജർ അസ്കലാനി റഹിമഹുല്ല ഇബ്നു ഖുസൈമയിൽ നിന്ന് ഉദ്ധരിക്കുന്ന വചനം ശരിയാണ് എന്ന് രേഖപ്പെടുത്തിയിട്ടുണ്ട്. ഇവിടെ ഈ വിഷയങ്ങൾ സവിസ്തരം പ്രതിപാദിച്ചിട്ടുള്ള തുഹ്ഫത്തുൽ അഹ്വദി എന്ന് പറയുന്ന കിതാബിൽ മഹാനായിട്ടുള്ള ഇമാം മുബാറക് ഫൂരി രേഖപ്പെടുത്തുകയാണ്, ഫൽ ഹാസിലു അന്ന ഹദീസ വാഇൽ ബിൻ ഹുജർ സഹീഹുൻ. ഇതിൻ്റെ ആകത്തുക എന്ന് പറയുന്നത് വാഇൽ ബിൻ ഹുജറിൻ്റെ ഹദീസ് സഹീഹാണ് എന്നുള്ളതാണ്. ഖാബിലുൻ ലിൽ ഇഹ്തിജാജി വൽ ഇസ്തിദ്ലാൽ ബിഹി അലാ വളഉൽ യദൈനി അല സ്വദർ, നെഞ്ചത്ത് കൈവക്കാം എന്ന് തെളിവ് പിടിക്കാവുന്ന അങ്ങനെ അത് പ്രമാണമായി സ്വീകരിക്കാവുന്ന ഒരു വചനം തന്നെയാണ് ആ ഹദീസ് എന്നുള്ളതാണ്. വഹ്തജ്ജ ബിമാ റവാഹുൽ ഇമാമു അഹ്മദ് ഫിൽ മുസ്നദി അൻ ഹലബത്തായി. അതുപോലെ ഇമാം അഹ്മദ് റഹിമഹുല്ല തൻ്റെ മുസ്നദിൽ ഹലബത്തായിൽ നിന്നും റിപ്പോർട്ട് ചെയ്യുന്ന, നിവേദനം ചെയ്യുന്ന വചനം തെളിവ് പിടിച്ചിട്ടുണ്ട്. അതിൽ പറയാണെന്ത്, കാല റഅയ്തു റസൂലല്ലാഹി സല്ലല്ലാഹു അലൈഹി വസല്ലമ യൻസരിഫു അൻ യമീനിഹി വഅൻ യസാരിഹി വറഅയ്തുഹു യലവ ഹാദിഹി അലാ സുദരി. പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ തൻ്റെ നെഞ്ചിൽ കൈവച്ച നിലയിൽ അദ്ദേഹത്തെ ഞാൻ കണ്ടിട്ടുണ്ട് എന്ന് ഉള്ള ആ വചനം. അപ്പോൾ ചുരുക്കത്തിൽ പറയുകയാണെങ്കിൽ ഇത് തുഹ്ഫത്തുൽ അഹ്വദിയിൽ നമുക്ക് ഇമാം മുബാറക് ഫൂരി കൊടുത്തിരിക്കുകയാണ്. അതായത് സുദീർഘമായി വിഷയം ചർച്ച ചെയ്തിട്ട് അദ്ദേഹം അവസാനം പറയുന്ന കാര്യമാണ്. അപ്പോൾ നമുക്ക് പറയാനുള്ളത് എന്താണ്, നെഞ്ചിൽ ആണ് കൈവയ്ക്കേണ്ടത് എന്നുള്ളതാണ്. അതാണ് നമുക്ക് ഊന്നി പറയാനുള്ളത്.
അല്ലാഹു അലം വസല്ലല്ലാഹു വസല്ലമ അലാ നബീന മുഹമ്മദ് വൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ.